കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോസ്കിൽ പ്രാർത്ഥിക്കാനുള്ള ക്ഷണം നിരസിച്ച് ലിയോ മാർപ്പാപ്പ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഐക്യം അനിവാര്യം, മാർപ്പാപ്പ. വത്തിക്കാനിൽ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു. പാലാ രൂപതാംഗമായ ഫാദർ സെബാസ്റ്റ്യൻ അടപ്പശ്ശേരി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കത്തോലിക്ക വിശ്വാസം ധീരമായി പ്രഖ്യാപിച്ച് മിസ് യൂണിവേഴ്സ്. വാർത്തകൾ വിശദമായി. മോസ്കിൽ പ്രാർത്ഥിക്കാനുള്ള ക്ഷണം നിരസിച്ച് ലിയോ മാർപ്പാപ്പ. തുർക്കി സന്ദർശനത്തിനിടയിൽ പ്രസിദ്ധമായ ബ്ലൂ മോസ്ക് സന്ദർശിച്ചെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ക്ഷണം ലിയോ 14 പാപ്പ നിരസിച്ചു. മതമൈത്രിയുടെ ഭാഗമായിട്ടാണ് മാർപ്പാപ്പ മോസ്ക് സന്ദർശിച്ചത്. പക്ഷേ മോസ്കിൽ കയറി പ്രാർത്ഥിക്കാനുള്ള ഇമാമിന്റെ ക്ഷണം ആദരപൂർവ്വം പാപ്പ നിരസിക്കുകയായിരുന്നു. ഇമാം തന്നെയാണ് ഇക്കാര്യം മാധ്യമപ്രവർത്തകർക്ക് അറിയിച്ചത്. ദാറ്റ്സ് ഓക്കെ എന്ന ഒറ്റ വാക്ക് മാത്രമായിരുന്നു പാപ്പയുടെ പ്രതികരണം. മറ്റു മതവിശ്വാസികളുടെ കയ്യടി ലഭിക്കാൻ സ്വന്തം വിശ്വാസത്തിൽ മായം ചേർക്കാൻ തയ്യാറാകാതിരുന്ന പാപ്പയുടെ ധീരമായ വിശ്വാസ പ്രഘോഷണമായിട്ടാണ് ഈ സംഭവത്തെ ക്രൈസ്തവ ലോകം വിലയിരുത്തുന്നത്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഐക്യം അനിവാര്യമാണ്, മാർപ്പാപ്പ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഐക്യം അനിവാര്യമാണെന്ന് ലിയോ 14 പാപ്പ. നിക്യ എക്യുമെനിക്കൽ കൗൺസിലിന്റെ 1700-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി തുർക്കിയിലെത്തിയ മാർപ്പാപ്പ എക്യുമെനിക്കൽ പാത്രിയർക്കീസ് ബർത്തലോമിയോ ഒന്നാമൻ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളും അവരുടെ പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു. പൂർണ്ണമായ കൂട്ടായ്മയിലേക്കുള്ള ക്രൈസ്തവരുടെ യാത്രയിൽ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. നിത്യവിശ്വാസ പ്രമാണം എന്നത് എല്ലാ ക്രൈസ്തവരെയും ഒന്നിപ്പിക്കുന്ന അഗാധമായ ബന്ധമാണെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു. വത്തിക്കാനിൽ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു. 88 അടി ഉയരമുള്ള ഈ സരള വൃക്ഷം ഇറ്റലിയിലെ ബോൾസാനോ പ്രവിശ്യയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പാലാ രൂപതാംഗമായ ഫാദർ സെബാസ്റ്റ്യൻ അടപ്പശ്ശേരി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പാലാ രൂപതാംഗമായ ഫാദർ സെബാസ്റ്റ്യൻ അടപ്പശ്ശേരി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഇനി അദ്ദേഹം സെബാസ്റ്റ്യനോസ് ദ സ്ലീവ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. കുന്നോന്നി തകിടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയോട് അനുബന്ധിച്ച് സ്ഥാപിച്ചിരിക്കുന്ന സഹദേക്കുന്ന് ഡയറിയിൽ നടന്ന ചടങ്ങിൽ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറിയാട്ട് അദ്ദേഹത്തെ വേർതിരിച്ച് വിശദീകരിച്ചു. പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലും ചടങ്ങുകളിൽ പങ്കെടുത്തു. കത്തോലിക്ക വിശ്വാസം ധീരമായി പ്രഖ്യാപിച്ച് മിസ് യൂണിവേഴ്സ്. മിസ് യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ വിജയം നെറ്റിയിൽ കുരിശു വരച്ച് പ്രഖ്യാപിക്കാൻ മെക്സിക്കൻ സുന്ദരി ഫാത്തിമ ബോഷ്. നവംബർ 20-ന് ബാങ്കോക്കിൽ നടന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിലാണ് ഫാത്തിമ വിശ്വസുന്ദരിയായി കിരീടം ചൂടിയത്. വലിയൊരു പൂച്ചെണ്ട് കയ്യിൽ പിടിച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി വേദിയിൽ നിന്നുകൊണ്ടാണ് ഫാത്തിമ കുരിശു വരച്ചത്. ഇതുവരെ തന്നെ നടത്തിയ ദൈവത്തിന് ഫാത്തിമ വേദിയിൽ വെച്ച് നന്ദിയും പറഞ്ഞു. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത അവസരത്തിൽ തന്റെ കൈവശമുണ്ടായിരുന്ന വസ്തുക്കളുടെ ശേഖരത്തിന് ചിത്രം ഫാത്തിമ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഫ്രൂട്ട് സ്നാക്സുകൾക്കും മെക്സിക്കൻ പതാകയ്ക്കും പുറമെ പിങ്ക് ജപമാല, ഗ്വാഡലുപ്പെ മാതാവിന്റെ ചിത്രം, കന്യകാമറിയത്തിന്റെ ഫ്രെയിം ചെയ്ത ചിത്രം എന്നിവയാണ് അതിലുണ്ടായിരുന്നത്. വെളിച്ചം കൊണ്ടുവരാൻ ദൈവം തന്നെ ഇവിടെ എത്തിച്ചു. ദൈവം നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്നത് അസൂയ തടയില്ല, വിധി അതിനെ തടസ്സപ്പെടുത്തില്ല, ഭാഗ്യം അതിനെ മാറ്റില്ല എന്ന് ഇന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ചു. ക്രിസ്തു രാജാവ് നീണാൽ വാഴട്ടെ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ഫാത്തിമ എഴുതിയത്. ക്രൈസ്ത കിങ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ഫാത്തിമ പങ്കുവച്ചിട്ടുണ്ട്. പ്രചോദനാത്മകമായ കത്തോലിക്ക സന്ദേശങ്ങൾ, പള്ളികളുടെ ചിത്രങ്ങൾ, വിശ്വാസത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. മെക്സിക്കോയിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രധാന ബിന്ദുവാണ് ക്രിസ്തുരാജനോടുള്ള ഭക്തി. 1990കളുടെ തുടക്കത്തിൽ ക്രിസ്റ്ററോ യുദ്ധത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ക്രിസ്തുരാജൻ വിജയിക്കട്ടെ എന്നതായിരുന്നു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി വെള്ളിയാഴ്ച. നന്ദി.